ആകാശത്ത് വട്ടമിട്ട് പറന്ന ശ്രീകൃഷ്ണ പരന്തിനെ സാക്ഷിയാക്കി തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്നും ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെട്ടു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ഘോഷയാത്ര. മുൻകൂട്ടി നിശ്ചയിച്ച 130 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. ഇന്ന് ഐരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലാണ് ഘോഷയാത്ര സംഘം വിശ്രമിക്കുക. ആകാശത്ത് വട്ടമിട്ട് പറന്ന ശ്രീകൃഷ്ണ പരന്തിന്റെ സാന്നിധ്യത്തിൽ ചരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് മണികണ്ഠകുമാരന് ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. മണിയോടെ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഭക്തരെ ഒഴിപ്പിച്ച ശേഷം മേടക്കലിൽ നിന്നും തിരുവാഭരണ പേടകവാഹക സംഘത്തെ സ്വീകരിച്ച് തിരുവാഭരണ മാളികയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് കൊട്ടാരം കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ തിരുവാഭരണ പേടകങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു. ഒരു മണിയോടെ കുളത്തിനാൽ ഗംഗാധരപിള്ള ഗുരുസ്വാമി പ്രധാന പേടകം ശിരസിലേറ്റി ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നതോടെ ശരണംവിളികൾ ഉയർന്നു. പ്രധാന പേടകത്തിന് പിന്നിലായി നെട്ടൂർ പെട്ടിയുമായി മരുതമന ശിവൻപിള്ളയും കൊടിപ്പെട്ടിയുമായി കിഴക്കേത്തോട്ടത്തിൽ പ്രതാപചന്ദ്രൻ നായരും യാത്ര തിരിച്ചു. തിരുവാഭരണപാതയിൽ ഒരിടത്ത് പോലും പേടകങ്ങൾക്ക് ഹാരങ്ങൾ അർപ്പിച്ച് സ്വീകരിക്കാനോ ഘോഷയാത്രയെ അനുഗമിക്കാനോ ഭക്തരെ അനുവദിക്കില്ല. പേടകങ്ങൾ തുറന്നുള്ള തിരുവാഭരണ ദർശനവും ഇക്കുറിയില്ല. ഇന്ന് ഐരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലും നാളെ ലാഹാസത്രത്തിലുമാണ് സംഘം വിശ്രമിക്കുക. മകരവിളക്ക് ദിവസമായ ജനുവരി 14 വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും. മുൻകൂട്ടി നിശ്ചയിച്ച 130 പേർക്ക് മാത്രമാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു, പത്തനംതിട്ട ജില്ലാ കളക്ടർ പി നൂഹ് തുടങ്ങിയവർ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. പന്തളം രാജപ്രതിനിധി ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകാൻ ഇക്കുറി ഇല്ല എന്ന പ്രത്യേകതയുമുണ്ട്. ജനം, പത്തനംതിട്ട.